ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? കുറച്ച് ദിവസങ്ങൾ എന്തായിരുന്നല്ലേ മഴ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചു ഇപ്പോഴേ ഇങ്ങനെ മഴ തുടങ്ങിയാൽ എന്താവും അവസ്ഥ എന്നൊക്കെ. ഇതാ നമ്മളുടെ വീടിൻ്റെ മുറ്റമൊക്കെ ഇതാ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ, നിറയെ വെള്ളമൊക്കെ ആയിട്ട്. പക്ഷെ മഴ പെട്ടെന്നൊരു പോക്ക് അങ്ങോട്ട് പോയി. ഇപ്പം എന്തായാലും 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. ഇടയ്ക്കൊന്ന് പെയ്യും, അല്ലെങ്കിൽ രാത്രി ഒന്ന് പെയ്യും. ആരെയും ബുദ്ധിമുട്ടിയൊന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. സമ്മർ വെക്കേഷൻ പോയ പോക്കേ എൻ്റെ അമ്മേ, 2 മാസം പോയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല അല്ലേ. ആകെ ഒരു ജഗപുക. തുറക്കാറാവുമ്പോഴാണ് നമുക്ക് അയ്യോ ഇത്രയും സമയം കഴിഞ്ഞല്ലോ എന്നുള്ള തോന്നൽ വരണേ. ഞാനും പാറും പ്രതും കൂടിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയിട്ടത്. അപ്പം ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് ഈ ഒരു ഷോപ്പിങ്ങിന്, സ്കൂൾ തുറക്കുന്നതിന് മുമ്പല്ലേ ഈ ഷോപ്പിങ്ങിന് പോകുന്നത്. കാരണം സൈത്തേട്ടനാണ് എപ്പോഴും നമ്മളെ കൂടെ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം നാട്ടിലുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ KG ക്ലാസ് വിട്ടിട്ട് ഇതുവരെയുള്ളതിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. പാറുവിന് ഓൾറെഡി ക്ലാസ് തുടങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ പാറുവിൻ്റെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ മുന്നേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 പേർക്കും കൂടെ ആണെച്ചെങ്കിൽ കൂടി പ്രതുവിനാണ് മെയിൻ ആയിട്ട് ഇപ്പം ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആവശ്യമുള്ള സാധനം കാണിച്ചേ. എടുക്കട്ടെ അല്ലേ? അത് പണ്ട് ചെറുതാവോ? ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നല്ല കുട്ടിയല്ലേ അല്ലേ വ്രത? അല്ലേ? പോകുന്നുണ്ടോ? അയ്യോ എന്തൊരു സന്തോഷം. എന്നാ എടുക്കാം അങ്ങോട്ട് വേഗം. എല്ലാ വർഷവും വാങ്ങിച്ചുകൊണ്ടിരിക്കുക. സ്പാറിന് ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ആവശ്യമുണ്ട്. ആവശ്യമുള്ള ആളെന്താണ് സത്യം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മേടിക്കാം. ട്രാൻസ്പെറൻ്റ് ആവാൻ പാടില്ല, ആരും കാണണ്ട അല്ലേ? സ്റ്റീലിൻ്റെ വാങ്ങിച്ചോ? സ്റ്റീലിൻ്റെ ആണ് നല്ല. അതല്ലേ നിനക്ക് വേണ്ടേ? അങ്ങനത്തെയാണ് കൊണ്ടുപോകേണ്ടത്. ഒന്ന് തുറന്നു നോക്കുവോ? നീ ഇതും കൊണ്ടല്ല സ്കൂളിൽ വീട്ടിൽ പോണേ. പിന്നെ തുറക്ക്. ഇതൊരു പകുതി പോലും കൊണ്ടുപോകില്ല ഫുഡ്. എന്നാ പിന്നെ അത് കൊണ്ടുപോകണ്ട, അത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾക്ക് ഇത് കൊണ്ടുപോയാൽ മതി. സത്യം അത് ഞങ്ങൾ വരുമ്പോ വിചാരിച്ചു. ഒരുപാട് തരത്തിലുള്ള ലഞ്ച് ബോക്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പ്ലാസ്റ്റിക് വേണ്ട, സ്റ്റീലിന്റെ മതി. ഒരു ആനപ്പാത്രം ബാഗിന്റെ പകുതി ഭാഗത്ത് ഇതൊന്നും വേണ്ട. അല്ല ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? ഭയങ്കര കുഞ്ഞു ചെറുത്ത് ഇതേ ആവശ്യമുള്ളൂ. അതെ ആന പോലത്തെ പാത്രങ്ങളാണ് അത് നോക്കുന്നത്. പ്രതുവിന് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യം കേട്ടോ. അപ്പോൾ പ്രതുവിന് സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാം ആവശ്യമാണ്. പാറുവിന് പിന്നെ അങ്ങനെ ഒരുപാട് അത്ര ആവശ്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ പ്രതുവിന് എന്താ പറയുക, നമ്മൾ ആ ഫിലിമിൽ ബിന്ദു പണിക്കർ പോലെയാണ്. അയ്യോ അവിടെ എടുക്കണോ, ഇവിടെ എടുക്കണോ, അപ്പുറത്തെ എടുക്കണോ, ഇപ്പുറത്തെ എടുക്കണോ എന്നുള്ള ഒരവസ്ഥയായിരുന്നു. പ്രതു ഓടി നടന്ന് ശരിക്കും ഓരോന്ന് അത് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടന്ന് എടുക്കുമായിരുന്നു. കുട്ടികൾക്ക് മാറ്റങ്ങൾ വരണത് എത്ര പെട്ടെന്ന് അറിയാം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ളൊരു സാധനം നമ്മൾ ഈ വർഷം എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ പറയും അതൊക്കെ കുഞ്ഞു കുട്ടികളെ ഉപയോഗിക്കാന്ന് പറയും. ഇതാണ് വേണ്ടത്. ദാറ്റ് ഈസ് വെരി നൈസ്. ഞാൻ എൻ്റെ റൂമിൽ വെക്കുമ്പോൾ തോന്നുന്നു. നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് തന്നെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് നോക്കുമ്പോഴാണ് പാട്ട്. കാരണം പാട്ട് നമ്മളതിൽ വന്നിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കില്ലേ. അപ്പം അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനറി ഐറ്റംസിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസും കൂടി. അപ്പോൾ പണ്ടൊക്കെ നമ്മൾക്കിപ്പം ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോകുകയാണെന്നുവെങ്കിൽ ബാഗ് ഒരു സ്ഥലത്ത്, ബുക്ക് വേറൊരു സ്ഥലത്ത്, കുട വേറൊരു സ്ഥലത്ത്, വാട്ടർ ബോട്ടിൽ വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ വേറെ വേറെ ഷോപ്പിൽ പോകണമല്ലോ അല്ലേ. ഇപ്പം പിന്നെ
അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും ഒന്നിച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് വരാമല്ലോ. അതന്നെ വലിയ സമാധാനം. നമ്മളാരും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്താണല്ലോ ഇപ്രാവശ്യം മഴക്കാലം എന്ന് പറയുന്നത് തുടങ്ങിയത്. പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ജൂണിലേക്കല്ലേ മഴ വരുള്ളൂ എന്നുള്ളൊരു വിചാരത്തിലാണല്ലോ ഇരിക്കുക. അപ്പം അതുപോലെ തന്നെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചായിരുന്നു. പക്ഷേ അത് എന്താ വെച്ചാൽ വീട്ടിലെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ തിരക്കുകളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വല്ല സാവധാനം ഷോപ്പിങ്ങിന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ആകെ മഴയും ബഹളമൊക്കെ കൂടെ ആയി. പിന്നെ മഴ കഴിയുന്നതിന് വേണ്ടി പിന്നെയും കാത്തിരിക്കേണ്ട അവസ്ഥയായി. അങ്ങനെ രാവിലെ ഷോപ്പിങ്ങിന് കയറിയിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞു കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ട്രോളിയിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇത് രണ്ടാമത്തെ ട്രോളിയാണ് കേട്ടോ. ഇതിൽ കുറച്ച് സാധനങ്ങളുള്ളൂ എന്ന് തോന്നും, പക്ഷേ ഇത് രണ്ടാമത്തെ ട്രോളിയാണ്. അത്രയും സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോഴേക്കും നല്ലപോലെ സമയമായി. നമുക്ക് നല്ലപോലെ വിശക്കാനും തുടങ്ങി. അങ്ങനെ ഒരു വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബിരിയാണിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടല്ലേ. എന്തൊരു സ്മെല്ലെന്നോ? സമാധാനം. ഓക്കെ ഓക്കെ. അങ്ങനെ എന്താ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും വീണ്ടും പെയ്തു കേട്ടോ. നല്ല മഴയായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെയായിരുന്നല്ലോ. മഴ നിൽക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മഴയാണ് കേട്ടോ. ബിരിയാണി പോരാ തോന്നിയിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് വന്നതാണ്. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ മഴ മാറാൻ വേണ്ടി ഞങ്ങൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് രണ്ടുപേർക്കും വേറൊരു ആഗ്രഹം. അവർക്ക് ലോഡഡ് ഫ്രൈസ് കഴിക്കണം പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ദേ നമ്മളുടെ ലോഡഡ് ഫ്രൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചിരിക്കുവാണല്ലോ. അപ്പം അന്ന് കരുതിയിട്ട് നമ്മളൊരു ലാർജ്, എല്ലാവർക്കും കൂടെ ഒരു ലാർജ് ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും കഴിക്കട്ടെ. എല്ലാണോ? എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. കാരണം ബിരിയാണി കഴിച്ചല്ലേ ഉള്ളൂ. പക്ഷെ അത് കഴിച്ചു നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം പിന്നെ ഞാനും കഴിച്ചു. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. മിറർ കണ്ടാൽ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, അതും ഫുൾ വ്യൂ മിറർ, പിന്നെ പറയണ്ടല്ലോ. ഫോട്ടോസും വീഡിയോസും അതൊരു രസമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല രസമായിരിക്കും പുറത്തുനിന്ന് ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ മിററിൽ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ. ഇവിടെ ഒക്കെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നോക്കുമ്പോഴാണ് നല്ല പോലെ പാട്ട് വെച്ചിട്ടുള്ള പാട്ടാണ് നമുക്ക് ഫുൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഞങ്ങൾ പുഴയുടെ അടുത്ത് കൂടെ പോകണമെന്നല്ലേ തോന്നുന്നു. പക്ഷെ ഇത് പുഴയെന്നല്ല കേട്ടോ. പാടമൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞു നിൽക്കുവാണ്. പാടവും തോടും എല്ലാം ഇതുപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഈ മഴയ്ക്ക്. അയ്യോ, ആരത്? പേരെന്ന് പറഞ്ഞേ അച്ഛോ. ഇതാരാന്ന് ആദ്യം തൊട്ട് നമ്മളുടെ വീഡിയോസ് കാണുന്ന പലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ മോള് വലുതായി. ഇത് ഗംഗക്കുട്ടിയാണ് കേട്ടോ. നമ്മളെ കുറച്ച് മുന്നേ ഉള്ള വീഡിയോസിൽ കണ്ടിരുന്ന കുഞ്ഞു വാവയായിട്ട്. പാടത്ത് മഴ പെയ്യുന്നു. അമ്മമ്മയും കുട്ടിയോളും കഥ പറയേ. അയ്യോ, അമ്മാച്ചൻ്റെ കൂടെ.
അല്ലേ? എൻ്റെ അമ്മേ, വെള്ളിയാങ്കല്ല് പാലം ഫുള്ള് നിറഞ്ഞു നിൽക്കണം, പുഴയൊക്കെ. അമ്പമ്പോ എന്തത്, അയ്യോ ആ എന്ത് ഫുള്ള്, ആ അതന്നെ ഫുള്ള് കഴിഞ്ഞു. പുഴയല്ലേ കണ്ടോണ്ടിരിക്കണേ. ഓ ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനോ? ആൾക്കാരൊക്കെ ഇത് നോക്കി സൈറ്റ് സീയിങ് സ്പോട്ടാണ്. അതൊരു ഫീലാടോ, നല്ല രസമാണ്, നല്ല കാറ്റുണ്ടാവും, നല്ല രസമാണ്, നല്ല വൃത്തിയായിട്ട മണ്ണുണ്ട്. അതിനിടയ്ക്കുണ്ടായ കാര്യമാണ് കേട്ടോ ഇത്. നമ്മുടെ ഉമ്മറത്തെ മുറ്റത്ത് തന്നെ നമ്മൾ കാണിക്കാറില്ലേ ഒരു പ്ലാവ് നിറയെ ചക്കയൊക്കെ ആയിട്ട്. ഇതുണ്ടോ, ഉണ്ടായ കാറ്റും മഴയൊക്കെ കാരണം അതിൻ്റെ വലിയൊരു കൊമ്പത് പൊട്ടി വീണു കേട്ടോ. ആ ഒരൊറ്റ കൊമ്പിൻ്റെ മുകളിലാണ് ചിക്കത്തര ഒരു 10-15 ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടോ ഒക്കെ അങ്ങനെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. അതുകൊണ്ടും പിന്നെ ചക്കയുടെ കാനമൊക്കെ തൂങ്ങിയ കാരണം കൊണ്ടൊക്കെ ആയിട്ടും അതെന്തായാലും പൊട്ടി വീഴുകയും ചെയ്തു. ഇതൊരു പ്രത്യേകത കലാരൂപമാണ്. ബുക്കുകൾ കവർ ചെയ്യാതിരിക്കുന്ന കുട്ടി, ഇതെന്തിനാ എങ്ങനെ ഇരിക്കണേ? ബുക്ക് കവർ ചെയ്യാൻ വേണം, തണുക്കാതിരിക്കാൻ വേണം, പക്ഷെ ഫാൻ ഇടുകയും ചെയ്യും. അതാണ് അല്ലേ? ഫാൻ ഇടാൻ കൊതു കടിക്കും, ഫാൻ ഇട്ടില്ലെങ്കിൽ കൊതു കടിക്കും. കൊതുണ്ട്, കൊതു മഴ ആയത് കാരണം. ബുക്സ് കവർ ചെയ്യാൻ, സ്കൂൾ തുറക്കുമ്പോൾ ബുക്ക് കവർ ചെയ്യാൻ പാറു കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആരും അല്ലേ? പാറുവിന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. സ്വന്തം ബുക്കും പ്രതുവിൻ്റെ ബുക്കും അടുത്ത വീട്ടിലത്തെ ആൾക്കാരുടെ ബുക്കും ഒക്കെ കവർ ചെയ്ത് കൊടുക്കും. എത്ര ബിസി ആണെങ്കിലും പാറു ഈ ഒരു പരിപാടി കണ്ടാൽ പോടി വരും, ഞാൻ കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ. പാറുവിൻ്റെ ഒക്കെ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഓൾറെഡി 1 month ക്ലാസ് ഉണ്ടായില്ലോ. ഇനി പ്രതുവിൻ്റെ ബുക്ക് കവർ ചെയ്യലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതു, നിനക്ക് കവർ ചെയ്യാൻ അറിയില്ലേ? അയ്യേ മോശം. കവർ ചെയ്യടോ, ഇരുന്നിട്ട് കവർ ചെയ്യേ. അതാ പാറു പഠിപ്പിച്ചു തരും. അങ്ങനെ പറയരുത്. നോട്ട്സ് കവർ ചെയ്യണം, എല്ലാം കവർ ചെയ്യണം. പിന്നെ എല്ലാം കവർ ചെയ്താലാണ് വൃത്തിക്കിരിക്കുള്ളൂ. ഇൻസ്പെക്ഷന് വരും നോക്കാൻ കവർ ചെയ്തിട്ടോ. അല്ലെങ്കിലും അതെ, നോട്ട്ബുക്ക് മെയിൻറ്റെയിനിങ്ങിന് മാർക്ക് ഉണ്ട്, 5 മാർക്ക് ഉണ്ട്. അതിന് കവറിങ് ഒക്കെ പെടും. ശ്രീദേവി എന്നും ചീത്തയാണ് പറഞ്ഞിട്ട് നോട്ട് കവർ ചെയ്യാം. എങ്ങനെ ബുക്സ് കവർ ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. ആർക്ക്? എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ? പാറു. ഇല്ല, ഞാൻ പഠിപ്പിച്ചില്ല. ഇതൊരു രസമുള്ള പരിപാടിയാണ്. കാരണം അല്ലേ, പുതിയ ബുക്സ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ബുക്സൊക്കെ കവർ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർ കണ്ടുപിടിക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ്. മറ്റേ പോലെ ചെയ്തേ നല്ല ക്യൂട്ട്സ് ആയിട്ടുള്ള ബുക്സ്, അതിൻ്റെയൊക്കെ കവേഴ്സ് ഒക്കെ നോക്കി എന്ത് രസം, നല്ല ഭംഗിയുണ്ടല്ലേ? എസ്തെറ്റിക് ആയിട്ട്. ഇപ്പൊ ബുക്സ് കവർ ചെയ്യാൻ തോന്നില്ല. എനിക്ക് പറ്റിയ എസ്തെറ്റിക്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ ഓരോ ഫോട്ടോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ AI ആണ്. AI ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചേ. ഏത് ഫോട്ടോസ്? നല്ല ഭംഗിയുള്ള അയ്യുണ്ടോ അമ്മേ. ഇതൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കാണാൻ അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയല്ലേ? ബ്ലൂബെറി ചീസ് കേക്ക്. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വിശക്കുമ്പോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ അടിപൊളിയായിരിക്കും. അയ്യോ,
രസമുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് കവർ ചെയ്യൽ ഒരു വികാരം തന്നെയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ ഇത് അമ്മമാർക്കായിരിക്കും വല്ലാണ്ട് ഇങ്ങനെ ഇതൊരു ഭയങ്കര രസമുള്ള പരിപാടിയായിരിക്കാം. കാരണം ഇപ്പോഴും ഇത് കുട്ടികൾ ഇപ്പം അത് പാറു ഇപ്പം അത് ചെയ്യുമ്പോഴും ഞാനത് ചെയ്തു കൊടുക്കുമ്പോഴും ഒക്കെ അമ്മയൊക്കെ എപ്പോഴും പറയും എന്ത് രസമാണ് അത്. സ്കൂൾ തുറക്കാവുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ ബുക്സും ഒക്കെ വാങ്ങി ആ ബുക്കിനൊക്കെ ഭയങ്കര നല്ല മണമാണല്ലോ, തുറന്നു വെക്കുമ്പോൾ നല്ലൊരു മണം. എന്നിട്ട് ആ ബുക്കൊക്കെ കവർ ചെയ്ത് അതിലൊക്കെ ഇങ്ങനെ ലേബലിൽ എഴുതി ഒട്ടിച്ച് എന്ത് രസമല്ലേ, നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് നല്ല എല്ലാം അങ്ങനെ ഭംഗിയാക്കി എടുത്ത് വയ്ക്കുക. സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി കാത്തിങ്ങനെ ഇരിക്കുക. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. എന്ത് ഭംഗിയാ, ഇത് വെച്ചിട്ടൊന്നും ഇറേസ് ചെയ്യാൻ തോന്നില്ല സത്യം അല്ലേ. ഇത് ചുമ്മാ നമ്മളുടെ പൗച്ചിൽ ഇങ്ങനെ ഇട്ട് നടക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഇറേസറും കൊണ്ട് ഇറേസ് ചെയ്യും. ഇത് വർഷം മുഴുവൻ ഇത് എൻ്റെ അടുത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ സ്കൂളിൽ ഉപയോഗിച്ചിരുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ബോക്സ് തന്നെ ഇരിക്കണു. കാരണം എന്താ, ഉപയോഗിക്കാൻ തോന്നില്ല, അങ്ങനെ ഇരിക്കും. ഇതുണ്ടോ റൂളറിൻ്റെ ഒക്കെ സ്റ്റൈൽ ഇങ്ങനെയാണ് ഇപ്പം. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടിട്ട് കാണാം അല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്റ്റേഷനറി ഒക്കെ ഫുൾ ഭയങ്കര രസം. പൗച്ചിൽ വെക്കാനും നല്ല രസമല്ലേ. അത്യാവശ്യത്തിന് ഇത് വെച്ച് 2 പൊട്ടിക്കും ചെയ്യാം അല്ലേ പ്രതു. കണ്ടോ ഇത് 15 അല്ലേ, ഇത് 20. ഇതെന്ത് രസം, നല്ല ഭംഗിയുണ്ട്, നല്ല പൗച്ച്. മാർക്കറ്റിലാണെങ്കിലും അതെ, ഓരോ വർഷവും പുതിയ തരത്തിലുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇറക്കാം, കുട്ടികളെ ഏതൊക്കെ രീതിയിൽ അട്രാക്ട് ചെയ്യാമെന്നുള്ള രീതിയിലുള്ളതാണല്ലോ പല സാധനങ്ങളും. എന്ത് രസം അറിയോ. ഇപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം ഇത്രയും വലിയ ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് പോലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വല്ലാത്തൊരു കൗതുകമൊക്കെ തോന്നും. നല്ല രസമാണ്. ഇപ്പോഴും നമ്മളുടെ ചാനലിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പ്രതുവിൻ്റെ റിസൾട്ട് എന്താ, പാറുവിൻ്റെ റിസൾട്ട് എന്താന്നൊക്കെ. ഇപ്പോൾ 2 പേരുമായിട്ടുള്ളത്. പാറു ഇപ്പോൾ +2 ആയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രതു ഇപ്പം 9th ആയിട്ടേ ഉള്ളൂ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം 10th കഴിഞ്ഞല്ലേ എന്നൊക്കെ. അങ്ങനെയല്ല, പ്രതു ഇപ്പം 9th ആയിട്ടേ ഉള്ളൂ. അങ്ങനെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസമായി. ശരിക്കും പറഞ്ഞൊരു വിഷമം മാതിരിയാണ്. കാരണം 2 മാസം ഇങ്ങനെ ഫുൾ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടേ. ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് സ്കൂളിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതൊരു വിഷമമാണ്. പക്ഷെ പാറുവിന് 1 മാസം ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രതു കഴിഞ്ഞ 2 മാസം എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് മഴയൊക്കെ പെയ്യാതിരുന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് മഴ പോയോ എന്നായിരുന്നു. പക്ഷേ സ്കൂൾ തുറക്കുന്ന ദിവസം കറക്റ്റായിട്ട് ആളെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മഴയൊക്കെ പെയ്തു കിട്ടും. അപ്പോൾ അതാ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങാണ്. ആദ്യത്തെ ദിവസമല്ലേ, നല്ലതായിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയതായിരുന്നു. പക്ഷെ മഴ ചതിച്ചു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്പലത്തിൽ പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് സ്കൂളിലേക്ക് ഇറങ്ങായി. പുതിയ തുടക്കല്ലേ, അപ്പോൾ പാദസരം പുതിയത് വേണമല്ലോ. അപ്പോൾ എന്തായാലും 2 പേർക്കും പുതിയ പാദസരമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പ്രതുവിന് എപ്പോഴും ഇങ്ങനെ നിറയെ മുത്തുകളുള്ള ഈ പാദസരത്തിനോടാണ് ഇഷ്ടം കേട്ടോ. പാറു ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങിക്കുന്നത്. ഷൂ എല്ലാം പുതുത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പം മഴക്കാലമല്ലേ, അപ്പോൾ ഷൂ ഇടാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് സ്ട്രാപ്പുള്ള അങ്ങനത്തെ ചെരുപ്പ് ഇടണം എന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ പുതിയൊരു തുടക്കം കൂടിയല്ലേ. നമ്മളുടെ ഫാമിലിയിൽ നിന്ന് പുതുതായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.